എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഫിസിക്സിന്റെ മൂന്നാമത്തെ യൂണിറ്റിലെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വരെയുള്ള ഭാഗം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി, സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ. അതിലൊന്ന് നമ്മൾ സുരക്ഷാ ഫ്യൂസ് കണക്ട് ചെയ്യാറുണ്ട്. പിന്നെ MCB അല്ലെങ്കിൽ ELCB നമ്മൾ ഇപ്പോൾ ഗാർഹിക സർക്യൂട്ടിൽ കണക്ഷൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ 3-പിൻ പ്ലഗ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ 3 എണ്ണമാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ് സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. ഇതിന്റെ കൂടെ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിന്റെ പാർട്ട് 6 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് കണ്ടാൽ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്താണ് സുരക്ഷാ ഫ്യൂസ്? സർക്യൂട്ടിൽ അമിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ഉള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. ഈ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്യൂസ് വയർ തന്നെയാണ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലെഡും ചേർന്ന ലോഹ സങ്കരം ഉപയോഗിച്ചാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വീടുകളിൽ ഫ്യൂസ് വയർ ഉരുകി പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഓവർലോഡിങ്ങും അടുത്തത് ഷോർട്ട് സർക്യൂട്ടും. ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്ന ഉപകരണം വൈദ്യുതിയുടെ താപഫലം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഈ സുരക്ഷാ ഫ്യൂസ് എങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത്? സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ എപ്പോഴും ശ്രേണിയായിട്ട് വേണം ഘടിപ്പിക്കാൻ. ഫ്യൂസ് വയർ നമ്മൾ സർക്യൂട്ടിൽ ശ്രേണിയായി വേണം ഘടിപ്പിക്കാൻ. ഇവിടെ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ജൂൾ നിയമം അനുസരിച്ച് കൂടുതലായിട്ട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് H=I²RT എന്നുള്ളതാണ് ജൂൾ നിയമം അനുസരിച്ചുള്ള സമവാക്യം. അതിന് I ആണ് വൈദ്യുതി പ്രവാഹ തീവ്രതയെ കാണിക്കുന്നത്. അപ്പൊ Iയുടെ വാല്യൂ കൂടിയാൽ സ്വാഭാവികമായിട്ടും Hന്റെ വിലയും കൂടും. അതായത് വൈദ്യുതി കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കൂടുന്നു. അപ്പൊ നമ്മുടെ ഫ്യൂസ് വയറിന്റെ പ്രത്യേകത, ഫ്യൂസ് വയറിന് ദ്രവണാങ്കം വളരെ കുറവാണ്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഒരു ലോഹം അല്ലെങ്കിൽ ഒരു വസ്തു ഉരുകാൻ ആവശ്യമായ താപനിലയാണ് ദ്രവണാങ്കം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ദ്രവണാങ്കം കുറവായതുകൊണ്ട് താപം കൂടുതൽ ചെല്ലുമ്പോൾ ഈ ഫ്യൂസ് വയർ പെട്ടെന്ന് ഉരുകി ഇത് തമ്മിൽ വിച്ഛേദിക്കപ്പെടും, വൈദ്യുതി വിച്ഛേദിപ്പിക്കപ്പെടും. അതായത് മെയിൻ സ്വിച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വൈദ്യുതിയെ ഈ ഫ്യൂസ് വയർ വിച്ഛേദിക്കുന്നു. ഫ്യൂസ് വയർ വഴി കടന്നാണല്ലോ വൈദ്യുതി പോകുന്നത്. അപ്പൊ അവിടെ അത് ബ്രേക്ക് ആവുന്നു. അങ്ങനെ ആ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നു. അതാണ് സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതാണ് MCB അല്ലെങ്കിൽ ELCB. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. കൂടുതലായിട്ട് വൈദ്യുതി കടന്നു വരികയാണെങ്കിൽ ഈ MCB സ്വിച്ച് സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. അതായത് MCB സ്വിച്ച് തന്നെ ഓഫ് ആകുന്നു. കൂടുതലായിട്ട് വൈദ്യുതി, ഇലക്ട്രിക് കറന്റ് കൂടുതലായിട്ട് ഫ്ലോ ചെയ്ത് വന്നാൽ ഈ സ്വിച്ച് തനിയെ ഓഫായി അങ്ങനെ ആ വീട്ടിലേക്കുള്ള മുഴുവൻ വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുന്നു. ഇവിടെ വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും പ്രയോജനപ്പെടുത്തിയാണ് MCB പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് ELCB. ELCB എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കറന്റ് ലീക്കേജ് സർക്യൂട്ടിൽ ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കാൻ ELCB സഹായിക്കുന്നു. അപ്പൊ ഇതുമൂലം വൈദ്യുത സർക്യൂട്ടോ ഉപകരണമോ ആയിട്ട് സമ്പർക്കത്തിൽ വരുന്നയാൾക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. കാരണം ഈ സ്വിച്ച് തനിയെ ഓഫ് ആകുമ്പോൾ അങ്ങോട്ടേക്കുള്ള വൈദ്യുതി ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കപ്പെടുന്നു. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിക്കുന്നു. ELCBക്ക് പകരം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന RCCB ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. RCCB എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഈ ഫുൾ ഫോം കാണാതെ പഠിച്ചു വെക്കുക. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ.
ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB റെസിഡ്യൂവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഇനി ഫ്യൂസ് വയറും MCBയും തമ്മിലുള്ള ഒരു താരതമ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂസ് വയറില് അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഈ ഫ്യൂസ് വയർ ഉരുകുന്നു. ഉരുകി കഴിയുമ്പോൾ സർക്യൂട്ടിൽ ഒരു വിടവ് ഉണ്ടാകുന്നു. വിടവുണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ ആ ഫ്യൂസ് വയർ ഉരുകിയത് എന്ന് നോക്കിയിട്ട് പുതിയ ഫ്യൂസ് വയർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ കണക്ഷൻ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. MCB എന്ന് പറഞ്ഞാൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വിച്ച് സ്വയം ഓഫ് ആകുന്നു. അങ്ങനെ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. അതായത് സർക്യൂട്ടിലേക്കുള്ള വൈദ്യുതിയെ വിച്ഛേദിക്കുന്നു. ഈ സർക്യൂട്ടിൽ എന്തുകൊണ്ട് വൈദ്യുതി കൂടുതലായിട്ട് കടന്നു വന്നു എന്നുള്ളത് പരിശോധിച്ച് അത് പരിഹരിച്ചതിന് ശേഷം നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കിയാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് MCB. ഇനി ഫ്യൂസ് വയർ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം MCBയില് വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നു. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുന്നത് സർക്യൂട്ട് വിച്ഛേദിക്കുമ്പോഴും വൈദ്യുതിയുടെ കാന്തിക ഫലം സ്വിച്ച് ഓൺ ആവുകയും ഓഫ് ആകുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തിലുമാണ് ഉപയോഗിക്കുന്നത്. ഇനി സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ ഇടയുള്ള രണ്ട് സാഹചര്യങ്ങളിൽ ഏതൊക്കെയാണത്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും. ഇനി അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ സർക്യൂട്ടിന് എന്താണ് സംഭവിക്കുക? സർക്യൂട്ട് ചൂടാവുകയും അത് കത്തുകയും മറ്റ് അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഫ്യൂസ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത്? ഫ്യൂസ് വയറിന് ദ്രവണാങ്കം വളരെ കുറവായതുകൊണ്ട് അത് ഉരുകി പൊട്ടുന്നു. അങ്ങനെ സർക്യൂട്ടിൽ ഒരു വിടവ് ഉണ്ടാകുന്നു. ഈ വിടവ് മൂലം വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചേരുന്നത് വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂസിനെ അപേക്ഷിച്ച് MCB ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 3 നേട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പഴയ രൂപത്തിലെത്തിക്കാൻ എളുപ്പമാണ്. സ്വയം നിയന്ത്രിത പ്രവർത്തനമാണ്. ഉപയോഗിക്കാൻ എളുപ്പം. ഒരു സ്വിച്ച് ആയതുകൊണ്ട് അത് തനിയെ ഓഫ് ആകും. സ്വയം നിയന്ത്രിച്ച് തന്നെ ഓഫ് ആകുന്നു. പിന്നെ നമുക്ക് പഴയ രൂപത്തിലെത്തിക്കാൻ ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കേണ്ട ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് MCB ആണ് കുറച്ചുകൂടി നല്ലത്. ഇനി മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് 3-പിൻ പ്ലഗ്. 3-പിൻ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ തകരാറ് മൂലം ഫേസ് ലൈൻ ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വന്നാൽ ലോഹ ചട്ടക്കൂടിൽ സ്പർശിക്കുന്ന ആൾക്ക് ഷോക്ക് അടിക്കും. ഇത് ഒഴിവാക്കാനുള്ള സംവിധാനമാണ് 3-പിൻ പ്ലഗ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഒരു തേപ്പ് പെട്ടിയുടെ ലോഹ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ ചൂടാകുന്ന ആ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തേപ്പ് പെട്ടിയുടെ ലോഹ ഭാഗവുമായിട്ടാണ് എർത്ത് വയർ ബന്ധിപ്പിച്ചേക്കുന്നത്. ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് എർത്ത് വയർ ബന്ധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കോയിലുമായിട്ട് ഫേസ് വയറും ന്യൂട്രൽ വയറും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഇൻസുലേഷൻ തകരാറ് വന്നിട്ട് ഈ ഫേസ് വയർ മെറ്റാലിക് പാർട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അപ്പോൾ അതിലേക്ക് മെറ്റൽ ആയതുകൊണ്ട് വൈദ്യുതിയെ അത് കടത്തിവിടും. അതുകൊണ്ട് വൈദ്യുതി പെട്ടെന്ന് ഈ ലോഹ ചട്ടക്കൂടിലേക്ക് ഒഴുകും. അങ്ങനെ കൂടുതലായിട്ട് വൈദ്യുതി ലോഹ ചട്ടക്കൂടിലേക്ക് വന്നാൽ ഈ എർത്ത് വയർ ഈ കൂടുതലായി എത്തുന്ന വൈദ്യുതിയെ വലിച്ചെടുത്ത് ഭൂമിയിലേക്ക് ഒഴുക്കുന്നു. അങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഷോക്ക് അടിക്കാതെ സംരക്ഷിക്കുന്നു. അതാണ് എർത്തിങ്. 3-പിൻ പ്ലഗും എർത്തിങ്ങും നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് 3-പിൻ പ്ലഗ്. 3-പിൻ എന്ന് പറഞ്ഞാൽ 3 പിൻ അതിലുണ്ടാകും. അതിൽ 2 പിന്നുകൾ നീളവും വണ്ണവും ഒരുപോലെയും മറ്റേ പിന്നിന് നീളവും വണ്ണവും കൂടുതലുമാണ്. ഈ നീളവും വണ്ണവും കൂടുതലുള്ള പിന്നാണ് എർത്ത് പിന്ന്. ഇതിൽ ഒരെണ്ണം ഫേസ് വയറുമായും മറ്റേത് ന്യൂട്രൽ വയറുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിന് നീളവും വണ്ണവും കൂടുതലുള്ളതുകൊണ്ട് ഇതായിരിക്കും ആദ്യം സർക്യൂട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. നമ്മൾ ഈ 3-പിൻ പ്ലഗ് കുത്തിയാൽ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ കുത്താൻ ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്റ്റിൽ വരുന്നത് എർത്ത് പിന്ന. അതുപോലെ തന്നെ വണ്ണവും കൂടുതലാണ്. അപ്പൊ ഇത് കോണ്ടാക്റ്റിൽ ആദ്യം വരുന്നത് കൊണ്ട് എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ടിലൂടെ ഓവർഫ്ലോ ആയിട്ട് വൈദ്യുതി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എർത്ത് പിന്ന് എർത്തിലേക്ക് ഒഴുക്കും.
ഇനി അമിത വൈദ്യുതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രതിരോധം കുറവാണ്. വണ്ണം കൂടുതലായതുകൊണ്ട് ഇതിന് പ്രതിരോധം കുറവായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വൈദ്യുതി ഇതിനെ കടത്തിവിടാനായിട്ട് ഭൂമിയിലേക്ക് ഒഴുക്കാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, ഏതെങ്കിലും കാരണത്താൽ ലോഹ ചട്ടക്കൂടിന് വൈദ്യുത ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു. എർത്ത് വയറിന് വണ്ണം കൂടുതലായതിനാൽ പ്രതിരോധം കുറവായിരിക്കും. അതിനാൽ വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂടുതലായിരിക്കും. വണ്ണം കൂടിയാൽ പ്രതിരോധം കുറവായിരിക്കും. അപ്പൊ കൂടുതൽ വൈദ്യുതി ഒഴുക്കാനായിട്ട് എർത്ത് പിന്നിന് കഴിയും. അപ്പൊ കറണ്ട് കൂടുമ്പോൾ താപവും കൂടും. താപം കൂടുമ്പോൾ ഫ്യൂസ് വയർ ഉരുകിയോ പൊട്ടിയോ അല്ലെങ്കിൽ ELCB പ്രവർത്തിച്ചോ എങ്ങനെയെങ്കിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. അപ്പൊ കറണ്ട് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളിപ്പോ തേച്ചോണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് കൂടുതലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ വരുന്ന വൈദ്യുതിയെ എർത്ത് പിൻ ഭൂമിയിലേക്ക് ഒഴുക്കും. അപ്പൊ സർക്യൂട്ടിൽ കൂടുതൽ വൈദ്യുതി വരുമ്പോൾ അവിടെ ഫ്യൂസ് വെയർ, ELCB, MCB സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നുകിൽ ഫ്യൂസ് വെയർ ഉരുകും, അല്ലെങ്കിൽ MCB സ്വിച്ച് ഓഫ് ആകും, അല്ലെങ്കിൽ ELCB പ്രവർത്തിക്കും. ഇതിൽ ഏതെങ്കിലും സംവിധാനം വഴിയായിട്ട് വൈദ്യുതി പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ളത് വിച്ഛേദിക്കപ്പെടും. അങ്ങനെ നമുക്ക് അപകടമൊന്നും ഉണ്ടാക്കാതെ ഈ സംഭവങ്ങളെല്ലാം കൂടി, ഈ ഉപകരണങ്ങളെല്ലാം കൂടി നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ സെന്ററിൽ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ എർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സിമ്പലാണ്. ഈ താഴേക്ക് വരുന്ന ലൈന് എർത്ത് ലൈനിനെയാണ് സൂചിപ്പിക്കുക. ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഭൂമിയിലേക്ക് ഒഴുക്കുന്നു എന്നാണ് ഈ സിമ്പല് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മറ്റ് രണ്ട് പിന്നുകളെ അപേക്ഷിച്ച് എർത്ത് പിന്നിന് നീളവും വണ്ണവും കൂടുതലാണ്. എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. വണ്ണം കൂടുതലായതുകൊണ്ട് എന്താണ്? വണ്ണം കൂടുതലായതുകൊണ്ട് പ്രതിരോധം കുറവായിരിക്കും. പ്രതിരോധം കുറവാണെങ്കിൽ കൂടുതൽ വൈദ്യുതി അതിലെ ഒഴുകിക്കോളും. അപ്പൊ അമിതമായി ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം ഭൂമിയിലേക്ക് ഒഴുക്കാൻ ഇത് സഹായിക്കും. നീളം കൂടുതലായതുകൊണ്ട് എന്താണ് ഗുണം? 3 പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ഈ എർത്ത് പിൻ ആദ്യം സമ്പർക്കത്തിൽ വരികയും സോക്കറ്റിൽ നിന്ന് വേർപെടുത്തുമ്പോൾ എർത്ത് പിൻ അവസാന സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ടാണ് എർത്ത് പിന്ന് മാത്രം നീളവും വണ്ണവും കൂട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നാണ് 3 പിൻ പ്ലഗിലെ എർത്ത് പിന്ന്. വണ്ണം കൂടുതലായതുകൊണ്ട് അമിത വൈദ്യുതി പ്രവാഹം വന്നാൽ അത് ഭൂമിയിലേക്ക് ഒഴുക്കും. നീളം കൂടുതലായതുകൊണ്ട് ആദ്യം സർക്യൂട്ടുമായിട്ട് കണക്ഷൻ വരുന്നത് ഈ എർത്ത് പിന്നായിരിക്കും. കൂടുതൽ വൈദ്യുതി ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഭൂമിയിലേക്ക് വൈദ്യുതി ഒഴുകും. അവസാനം വൈദ്യുതി ആ കണക്ഷൻ വിച്ഛേദിക്കുന്നതും എർത്ത് പിന്ന് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് റെക്ടിഫയറിനെ കുറിച്ചും അതുപോലെ തന്നെ ഷോക്ക് അടിക്കുമ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ നന്നായി കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും താങ്ക്സ്.